നമസ്കാരം. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള സത്യപ്രതിജ്ഞ, ഭാരത് ജോഡോ യാത്രാവിളികളും കരഘോഷവും. രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഇനി എങ്ങനെയാകും എന്നതിന്റെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. ജയ് ഹിന്ദ്, ജയ് സംവിധാൻ എന്ന് പറഞ്ഞാണ് രാഹുൽ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ഇനി നിശബ്ദരാക്കപ്പെട്ട പ്രതിപക്ഷമല്ല, സഭയുടെ 1/3 സീറ്റുകൾ കൈയടക്കിയ പ്രതിപക്ഷമാണ്. വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതെ പോരാടാൻ ഉറച്ച പ്രതിപക്ഷം ചരിത്രം മാറ്റിയെഴുതുകയാണ്. ഭരണ പ്രതിപക്ഷ സമവായത്തിലൂടെ മാത്രം ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന രീതി നാളെ മാറ്റിയെഴുതപ്പെടുന്നു. ഓം ബിർള അംഗബലം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുമെന്ന ഉറപ്പാണ്. പക്ഷേ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് തഴഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും തരില്ല എന്ന നിലപാട് BJP എടുത്തതോടെയാണ് മത്സരിക്കാനുള്ള തീരുമാനം. പ്രതിപക്ഷം പോരിനോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി രാജു പി നായരാണ്, BJPയിൽ നിന്ന് ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം ശ്രീ ശങ്കുട്ടി ദാസ്, ഈ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിന് സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? ആദ്യത്തെ കാര്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നത് ശരിയായ വാദമല്ല. 2 സന്ദർഭങ്ങളിൽ മുന്നേ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുനാനിമസ് ആയിട്ടല്ലാതെ സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റ് 1952 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്ന പാർലമെൻറ്റിൽ GV മൗലങ്കാർ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ടാണ്. അന്ന് ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രിയാണ് GV മൗലങ്കാറെ സ്പീക്കറായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അന്നത്തെ പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ട് സത്യനാരായണ സിൻഹയാണ്. എന്നാൽ ഇതിനെതിരെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള കണ്ണൂരിൽ നിന്നുള്ള MP ആയിരുന്ന AK ഗോപാലനാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവായിരുന്ന ശങ്കർ ശാന്താറാം മോറിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ AK ഗോപാലൻ്റെ പ്രപ്പോസിഷനെ അന്നത്തെ TK ചൗധരിയും NS നായരും പിന്തുണയ്ക്കുന്നുണ്ട്. NS നായരുടെ കാര്യത്തിൽ ഒരു കൗതുകം, അദ്ദേഹം മാവേലിക്കരയിൽ നിന്ന് തന്നെയുള്ള MP ആയിരുന്നു എന്നതാണ്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു, ഡിവിഷൻ വോട്ട് ഉണ്ടാവുന്നു. 394 വോട്ടുകൾക്കെതിരെ 55 വോട്ടിന് ശങ്കർ ശാന്താറാം മോർ പരാജയപ്പെടുകയാണ്. 394 വോട്ടുകൾ കിട്ടിയിട്ടുള്ള GV മൗലങ്കാർ സ്പീക്കറായി. രണ്ടാമത്തത് 1976 അടിയന്തരാവസ്ഥയെ തുടർന്ന് സഭയുടെ കാലാവധി നീട്ടുകയും 1976 വീണ്ടും സഭ ചേർന്ന സമയത്ത് സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി BR ഭഗത്തിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും അന്നത്തെ പാർലമെൻ്ററി കാര്യ മന്ത്രിയായിരുന്ന രഘുരാമയ്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്നത്തെ കോൺഗ്രസ് ഓർഗനൈസേഷൻ, സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന PM മെഹത്ത ജഗന്നാഥ് റാവു ജോഷിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. കോൺഗ്രസ് ഓയിലെ തന്നെ DN സിൻഹ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അതിലെ കൗതുകം, ഈ ജഗന്നാഥ് റാവു ജോഷി ജനസംഘത്തിൻ്റെ നേതാവായിരുന്നു എന്നതാണ്. സ്വാഭാവികമായി ഡിവിഷൻ വോട്ട് ഉണ്ടാവുന്നു. തെരഞ്ഞെടുപ്പിൽ 344 വോട്ടുകൾ കിട്ടിയിട്ടുള്ള BR ഭഗത്ത് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 58 വോട്ടുകൾ മാത്രം കിട്ടുന്ന ജഗന്നാഥ് റാവു സ്പീക്കർ ആവുന്നില്ല. ഇങ്ങനെ ഒരു കൺവെൻഷൻ 2 തവണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനു മുൻപുള്ള അവസരം നോക്കുകയാണെങ്കിൽ 1946 അന്നത്തെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് GV മൗലങ്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. ഞാനതാണ് വായിച്ചത്. ശ്രീ ശങ്കുട്ടി ദാസ്, 46 ജനുവരി 24 നടന്ന സെൻട്രൽ അസംബ്ലി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ GV മാവലങ്കർ കൊവാസ്ജി ജഹാംഗീറിനെ 3 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് മാവലങ്കർക്ക് 66 വോട്ടുകൾ ലഭിച്ചപ്പോൾ ജഹാംഗീർക്ക് 63 വോട്ടുകൾ. താങ്കൾ പറഞ്ഞ പോലെ തന്നെ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ശേഷം നിലവിൽ വന്ന ഭരണഘടനാ അസംബ്ലിയുടെയും താൽക്കാലിക പാർലമെന്റിന്റെയും സ്പീക്കറായി മാവലങ്കർ നിയമിതനാകുന്നു. 52 ഏപ്രിൽ 17 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയും രാജ്യസഭയും രൂപീകരിക്കുന്നത് വരെ മാവലങ്കർ താൽക്കാലിക പാർലമെന്റിന്റെ സ്പീക്കറായി തുടർന്നു എന്നുള്ളതാണ്. ശരി, നമുക്ക് അത് ഒരു തർക്കമായി തുടരണ്ട. ഇത് ചരിത്രത്തിന് മുമ്പുണ്ടായിരുന്നു. ഏതായാലും കുറേ വർഷങ്ങളായി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഏതായാലും 46-ലും 52-ലും നടന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇന്നലെ പാർലമെന്റ് തുടങ്ങും മുമ്പ് ശ്രീ ശങ്കുട്ടി ദാസ്, മോദി പാർലമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാവരുമായി സമവായത്തിൽ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സഭയായിരിക്കും, അതാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒപ്പം ചേർത്തുള്ള മുന്നോട്ട് പോക്ക് എന്ന സൂചനകളാണ് മോദി നൽകിയിരുന്നത്. പക്ഷെ അങ്ങനെയാണോ പിന്നീട് ഉണ്ടായത്?
അല്ല നോക്കൂ, ഞാൻ ഉന്നയിച്ചത് അക്കാദമിക് ആയ തിരുത്തലാണ്. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്ന സാഹചര്യത്തിൽ ഞാനത് പരിശോധിച്ചിരുന്നു. ഏറ്റവും അവസാനം ഇന്ത്യൻ എക്സ്പ്രസിൽ പുഷ്കർ ഭാനാക്കർ എഴുതിയിട്ടുള്ള ലേഖനം ഈ രണ്ട് സന്ദർഭങ്ങൾ 1952-ലും 1976-ലും ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അത് പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, സ്പീക്കറെ ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കറെ പ്രതിപക്ഷവും നിർദ്ദേശിക്കുക എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ സുദീർഘമായിട്ടില്ല. 1ാമത്തെ ലോക്സഭ മുതൽ 10ാമത്തെ ലോക്സഭ വരെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഭരണമുന്നണിയിൽ നിന്ന് തന്നെയുള്ള ആളായിരുന്നു. അല്ലെ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അവിടെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. 1952-ൽ GV മാവലങ്കാർ വേഴ്സസ് ശങ്കർ ശാന്താറാം മോറിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ അന്നത്തെ ഇൻഡിപെൻഡന്റ് MP ആയിട്ടുള്ള ലങ്കാസുന്ദരം ഇടപെട്ടിട്ട് ഒരു കോംപ്രമൈസ് ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ട്. കറണ്ട് പോയോ? ഒരു കോംപ്രമൈസ് ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. താങ്കളെ കാണിക്കുന്നതിൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം. ഇവിടെ കറണ്ട് പോയി. അതാണ് പറ്റിയത്. ഏതായാലും കേൾക്കാം, പറഞ്ഞോളൂ. ശരി, അന്ന് ലങ്കാസുന്ദരം ഇടപെട്ടിട്ട് ഒരു കോംപ്രമൈസ് ഫോർമുല പറയുന്നുണ്ട്. എന്ത്? പ്രതിപക്ഷത്തിന്, അതായത് AK ഗോപാലൻ അന്ന് 16 അംഗങ്ങളുള്ള CPIMന്റെ നേതാവാണ്, CPIയുടെ നേതാവാണ്. അന്ന് CPIM ഇല്ല, 16 അംഗങ്ങളാണ് CPIക്ക് ഉള്ളത്. ഡെപ്യൂട്ടി സ്പീക്കറെ CPI നിർദ്ദേശിക്കുന്ന ആളാക്കാമെന്ന് ലങ്കാസുന്ദരം പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ചെയർമാൻ അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു കൺവെൻഷൻ ഇല്ല. ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് 2ാമത്തെ കാര്യമാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പ് ആദ്യം ഡിവിഷൻ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. 10ാം ലോക്സഭ വരെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഭരണപക്ഷത്തു നിന്നുള്ള പ്രതിനിധി തന്നെയായിരുന്നു. 11ാം ലോക്സഭയിൽ 1996-ൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരണത്തിലേറുന്ന സർക്കാർ, 13 ദിവസം മാത്രം നീണ്ടുനിന്ന സർക്കാർ, ആ സർക്കാരിലാണ് PA സാങ്മ സ്പീക്കർ ആവുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ബൻ ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും കൺവെൻഷൻ അല്ല, സഭയിലുള്ള അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിക്കപ്പെടാറുള്ള കാര്യങ്ങളാണ്. ഇത്തവണ 293 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ 20 സീറ്റുകൾ അധികമുള്ള മുന്നണിയാണ്, NDA മുന്നണിയാണ് ഭരണത്തിലുള്ളത്. സ്വാഭാവികമായി സ്പീക്കറെ നിയമിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ഓഫർ പോലെ, ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് പോലെ സാധാരണഗതിയിൽ ഓഫർ ചെയ്യാറുള്ള കൺസെൻസസ് ഓഫർ ചെയ്യാതെ സ്പീക്കറെ നിങ്ങൾ നിയമിച്ചോളൂ, പകരം ഡെപ്യൂട്ടി സ്പീക്കറെ ഞങ്ങൾക്ക് തരണമെന്നൊരു ബാർഗെയിനിങ് ടാക്ടിക്സിലേക്ക് പ്രതിപക്ഷം പോയത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം അടുത്ത ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ സ്വതന്ത്രമായിട്ടുള്ള നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ തങ്ങൾ അത്തരത്തിലൊരു കൺസെൻസസിന് തയ്യാറല്ലെന്നും സംഘർഷത്തിന്റെ പാതയിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുമാണ് കോൺഗ്രസ് തെളിയിച്ചിട്ടുള്ളത്. അതിനൊരു കാരണമായിട്ട് പറഞ്ഞത് പ്രോട്ടോം സ്പീക്കർ സ്ഥാനത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ അർഹമായിട്ടുള്ള സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങേക്ക് അറിയുന്നത് പോലെ നമ്മുടെ ഭരണഘടനയിൽ എവിടെയും പ്രോട്ടോം സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയും ഇല്ല. ഹാൻഡ് ബുക്ക് ഓൺ പാർലമെന്ററി അഫയേഴ്സിലാണ് പ്രോട്ടോം സ്പീക്കർ സഭയിലെ ആരെങ്കിലും ആകാം എന്നാണ് പറയുന്നത്, സീനിയർ മെമ്പർ ആണോ എന്നില്ല. ഇനി സീനിയോറിറ്റി പരിശോധിച്ചാൽ പോലും കൊടിക്കുന്നിൽ സുരേഷിന് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സീനിയോറിറ്റി ഇല്ല. കൊടിക്കുന്നിൽ സുരേഷ് 1998-ലും 2004-ലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 2009 മുതൽ ഇതുവരെയാണ് കൺസിക്യൂട്ടീവായിട്ട് 4 ടേമിലാണ് അദ്ദേഹം സ്പീക്കർ ആയിട്ടുള്ളത്, അല്ല അദ്ദേഹം സഭയിൽ അംഗമായിട്ടുള്ളത്. എന്നാൽ പ്രോട്ടോം സ്പീക്കറായി നിയമിക്കപ്പെട്ട ഭർതൃഹരി മഹതാബ് ആവട്ടെ 7 കൺസിക്യൂട്ടീവ് ടേമായിട്ട്, അതായത് ഏതാണ്ട് 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് MP ആയി തുടരുന്ന ആളാണ്. ആ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടത്. പ്രോട്ടോം സ്പീക്കർ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ചുമതല മാത്രമാണ്, അല്ലാതെ സവിശേഷമായിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. മെമ്പർമാരുടെ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിന്റെ മുകളിൽ അനാവശ്യമായിട്ടുള്ള ദുർവാശി കാണിച്ചു. അങ്ങനെ സവിശേഷമായ അധികാരമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് പോലും പ്രതിപക്ഷത്തിൽ നിന്നും ഒരംഗത്തെ ഉൾക്കൊള്ളാനാകാത്ത മനസ്സ് ആണ് ഭരണമുന്നണിക്കെങ്കിൽ പിന്നെ എന്ത് ഐക്യപ്പെടലും എന്ത് സമന്വയവുമാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയരുമല്ലോ. ഞാൻ രാജു പി നായരിലേക്ക് പോകുന്നു. ശ്രീ രാജു പി നായർ, ഇപ്പോൾ ശങ്കുട്ടി ദാസ് ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വാദങ്ങളെ തള്ളുന്നത്. നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ നടാടെ ആവശ്യപ്പെടുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ആവശ്യത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടം സ്പീക്കർ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഭരണപക്ഷം എടുത്ത നിലപാട് കാരണമാണല്ലോ മത്സരത്തിലേക്ക് തന്നെ, ഞങ്ങൾ സ്പീക്കർ പദവിയിൽ മത്സരത്തിലേക്ക് തന്നെ പോകുമെന്ന തീരുമാനമെടുത്തത്. അപ്പോൾ തുടക്കം തന്നെ, ആദ്യഘട്ടം തന്നെ, ആദ്യ ദിവസം തന്നെ, ഇന്നലെ തന്നെ പോരിനുള്ള ശംഖുവിളി മുഴങ്ങിയിരുന്നു. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചെന്ന് കണ്ടു. അപ്പോൾ എങ്ങനെ പാർലമെൻറ്റ് മുന്നോട്ട് പോകും? പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണോ, അതോ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ജനത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള പ്രതിഷേധം എന്ന രൂപത്തിലാണോ? നിങ്ങളെ തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട് ജനം. സ്മൃതി, കോൺഗ്രസിനെ സംബന്ധിച്ചോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം പാർലമെൻറ്റ് പ്രവർത്തിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല, പക്ഷെ പാർലമെൻറ്റ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചരിത്രത്തിൽ പറഞ്ഞ 82-ലും 76-ലും നടന്ന 2 സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ ശരിയാണ്.
പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഈ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യം ഇപ്പോൾ BJP എടുക്കുന്ന നിലപാടിനെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്നത്, അന്ന് ഈ മലബങ്കറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിവിഷൻ വന്നപ്പോൾ, അതിനു മുമ്പായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഇടപെട്ട് സംസാരിച്ച് ഡെപ്യൂട്ടി സ്പീക്കറിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഫോർമുല ആ പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ അന്നത്തെ പാർലമെൻറ്റിലെ സ്പീക്കർ അല്ലെ പ്രോട്ടം സ്പീക്കർ അത് പിന്നീട് നോക്കാം, അതിപ്പോൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു സഭ കൂടുമ്പോൾ സഭയ്ക്കുടെ മുന്നിൽ വെച്ച് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ സഭയ്ക്ക് സാധിക്കില്ല. അത് സഭയ്ക്ക് പുറത്തുണ്ടാവേണ്ടതാണ്. അത് ജനാധിപത്യ രീതിയിൽ ഉണ്ടാവേണ്ട ഒരു സെറ്റിൽമെൻറ്റാണ്. അല്ലാണ്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യം പറയുന്നത് ശരിയല്ല. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പലപ്പോഴും അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ള ഒന്നാണ്. കാരണം സഭയുടെ വിശ്വാസം സ്പീക്കറിലേക്ക് എത്തിക്കുന്നതിനും സ്പീക്കർ പോസ്റ്റ് നിഷ്പക്ഷമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ജനാധിപത്യപരമായ മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് BJPയുടെ തന്നെ നേതാക്കന്മാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺവെൻഷൻ പ്രകാരം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇപ്രാവശ്യം അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏകാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി രാജ്നാഥ് സിംഗ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് പറഞ്ഞപ്പോഴും അപ്പോഴും മുന്നോട്ട് വെച്ചത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം നോക്കൂ. നരേന്ദ്രമോദിയുടെ വെറും വാക്കുകളല്ലാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനും എന്താ പറയുക ഒരു ആത്മാർത്ഥതയില്ല എന്ന് ഈ 18ാം ലോക്സഭയുടെ ആദ്യത്തെ സെഷനിൽ തന്നെ തെളിയിക്കപ്പെടുകയല്ലേ. ജനാധിപത്യപരമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പണ്ട് ഏകാധിപത്യത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞിരുന്ന നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിൻ്റെ സ്കൂളിലേക്ക് ജനങ്ങൾ അയച്ചപ്പോൾ ആദ്യത്തെ പ്രവേശനോത്സവത്തിൽ അദ്ദേഹം ഈ നിലപാടാണ് എടുത്തത്. പക്ഷേ ആ പ്രവേശനോത്സവത്തിലെടുത്ത നിലപാട് പിന്നീട് അദ്ദേഹം തെറ്റിക്കുകയാണ്. ഇപ്പോൾ പ്രോട്ടം സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞു, അത് കണ്ടിന്യൂസ് അല്ല എന്നുള്ള. അതെങ്ങനെ എവിടെയാണ് അങ്ങനത്തെ ഒരു നിയമമുള്ളത്? ഒരു പാർലമെൻറ്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര വർഷം ആ പാർലമെൻറ്റിൻ്റെ അംഗമായിട്ടിരുന്നു എന്നാണ് അത് മുതിർന്ന മെമ്പറാണോ എന്ന് തീരുമാനിക്കുന്നതായി പരിഗണിക്കുക. അതല്ലാതെ അതിനിടയ്ക്ക് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. അതില്ലല്ലോ. 8 പ്രാവശ്യം അവിടെ പാർലമെൻറ്റ് മെമ്പറായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് അവിടെ നിൽക്കുമ്പോൾ 7 പ്രാവശ്യം മെമ്പറായ ആളെ അവിടെ പ്രോട്ടം സ്പീക്കർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമല്ലാത്ത അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും ആദ്യത്തെ സെഷനിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള പോസ്റ്റൊന്നുമല്ല. എന്താ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെ ഈ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ്, ആലങ്കാരികമായ പോസ്റ്റാണ്. പക്ഷെ അതിന് മറ്റൊരു പ്രാധാന്യമുണ്ട്. അത് പാർലമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് പവറാണ്. പഴയ സ്പീക്കറിൽ നിന്ന് പുതിയ സ്പീക്കറിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ ആ ലോക്സഭയുടെ ഒരു അന്തസ്സിനും ഒരു ഡെക്കോറത്തിനും ഒക്കെ ചേർന്ന രീതിയിൽ അത് നടത്തുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. പക്ഷേ അവരതിൽ മിസറബിളി ഫെയിൽ ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായിട്ട് അവരതിനകത്ത് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ഇവർക്ക് ജനങ്ങൾ നൽകിയ ഒരു തിരിച്ചടി അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏകാധിപത്യ നിലപാടിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പാർലമെന്റിനെ തോന്നിപ്പിക്കാൻ, ജനങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മൈൻഡ് ഗെയിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇന്നിപ്പോൾ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസുമായി ഒരു ചർച്ച നടത്താതെയാണോ കോൺഗ്രസ് ഈ കാര്യങ്ങളിലേക്ക് ആലോചന കൊണ്ടുപോയത്? കാരണം അവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം നടത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുക? അല്ല സ്മൃതി, അങ്ങനത്തെ ഏതെങ്കിലും പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇന്ത്യ മുന്നണി പോകുന്നത്. ഇന്ത്യ മുന്നണി അത് സംബന്ധിച്ചുള്ളത് നാളത്തെ വോട്ടെടുപ്പിൽ വ്യക്തമാകും. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കാരണം ഈ ഒരു കൺവെൻഷൻ അനുസരിച്ചും അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഒരു രീതി അനുസരിച്ചും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നടത്തുന്നത് പെട്ടെന്ന് മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. അത് എല്ലാവരും അംഗീകരിച്ചു. ഒരു മമതാ ബാനർജി അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. അതിനകത്ത് വന്നിരുന്നൊരു പ്രതികരണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നാളത്തെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അതിൽ വ്യത്യസ്തമായൊരു കാര്യമുണ്ടെങ്കിൽ മാത്രം ചർച്ച ചെയ്യണം. അല്ലാണ്ട് എല്ലാത്തിനെ സംബന്ധിച്ചും നമ്മൾ അങ്ങനെ ഒരു കെട്ടുറപ്പിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കെട്ടുറപ്പ് നഷ്ടപ്പെടാൻ പോകുന്നത് എവിടെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അതിപ്പോൾ അറിയാലോ, പല തീരുമാനത്തിൽ ഇപ്പോൾ അഗ്നിവീറിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിതീഷ് കുമാർ എടുക്കുന്ന നിലപാട് ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ജാതി സെൻസസ്, ആ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൻ്റെ അന്തസ്സിനെ നിലനിർത്തുന്ന രീതിയിൽ ആ പാർലമെൻറ്റ് ഒരുമിച്ച്
ഒരു സ്പീക്കർ പോസ്റ്റിൻ്റെ ബഹുമാനത്തോടു കൂടി എല്ലാവരും അംഗീകരിക്കുന്ന സഭയുടെ നാഥൻ എന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരം ചരിത്രത്തിലെ 2 എക്സെപ്ഷൻസ് മാറ്റി നിർത്തിയാൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ നേതൃത്വം അതില്ലാതെയാക്കി എന്നുള്ളതാണ്. അതില്ലാതെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ നരേന്ദ്രമോദിയുടെ 3ാം ഊഴം അങ്ങനെ ഒരു കേക്ക് വാക്ക് ആയിരിക്കില്ല. മറിച്ച് ഏറ്റവും ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളെ മറികടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. കാരണം ചരിത്രത്തിലെ മുഴുവൻ എന്താ പറയുക കൺവെൻഷൻസും അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഇന്ത്യയുടെ പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പലപ്പോഴും ചർച്ചകളില്ലാതെ, സെലക്ട് കമ്മിറ്റിക്ക് കാര്യങ്ങൾ പോകാതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കാര്യങ്ങൾ പോകാതെ, ബില്ലുകളുടെ രീതിയെ അട്ടിമറിച്ച് എല്ലാം തങ്ങളുടെ ഇംഗിതം മാത്രം ഈ രാജ്യത്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഏകാധിപതിയായിരുന്നു നരേന്ദ്രമോദി. ആ ഏകാധിപതിയെ പിടിച്ച് ജനാധിപത്യത്തിൻ്റെ സ്കൂളിൽ കൊണ്ട് ജനങ്ങൾ ഇരുത്തിയപ്പോൾ ഒരല്പം കൂടി മാന്യത, അല്പം കൂടി മര്യാദ, രാഷ്ട്രീയത്തിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ജനങ്ങളാൽ ശിക്ഷിക്കപ്പെട്ടിട്ടും തൻ്റെ അഹങ്കാരം തെല്ലിട കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന അഹങ്കാരിയായ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ കണ്ടിട്ടില്ല. അതാണ് സാഹചര്യം. ആ സാഹചര്യത്തിൽ പാർലമെന്റിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്ന് കൃത്യമായിട്ടുള്ള സന്ദേശം കൂടി നൽകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നാളെ വരുന്നത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ചരിത്രം കൂടിയായിട്ട് മാറും, ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ പാർലമെന്റിലെ 2 നിരയിൽ നിന്നും 3-1 ഉയർന്നതിന്റെ ആത്മവിശ്വാസം അതാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണിക്കുന്നതെന്ന് പറയുന്നു. ആ ആത്മവിശ്വാസം ഇപ്പോൾ സ്പീക്കർ പദവിയിലേക്കുള്ള മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. ആ മത്സരത്തിൽ ജയിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ എന്നാലും അത് മത്സരം എന്നുള്ളത് അതൊരു സന്ദേശമായി കാണിക്കുകയാണ്. ആ രൂപത്തിൽ ഒരു മെസ്സേജായി കാണിക്കുന്നു. ആ രൂപത്തിൽ എങ്ങനെയാണ് മുഴുവൻ സമയം പാർലമെന്റിൽ പ്രവർത്തിക്കാനാവുക? എല്ലാ തരത്തിലും ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണോ ഇനി പാർലമെന്റിൽ നമ്മൾ കാണാനിരിക്കുന്നത്? അതിലെ നീതി എവിടെ, ന്യായം എവിടെ എന്ന വസ്തുത വേറെ നിൽക്കുന്നു. ഈ സ്മൃതി, തുടക്കം ഒരു സൂചനയാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് സംഘർഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്. നമുക്കറിയാം, പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭ, ആ ലോക്സഭയുടെ നാഥൻ അല്ലെങ്കിൽ ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായ സ്പീക്കർക്ക് വളരെ സമുന്നതമായൊരു സ്ഥാനമാണുള്ളത്. ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി കല്ലുകടികൾ ഉണ്ടാവേണ്ട കാര്യമില്ല. ഭരണപക്ഷം നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയത്. അതേ ആളുകൾ തന്നെയാണ് സ്പീക്കറെയും തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിലെ വെറും നിയമപരം മാത്രമല്ല, ചില ധാരണകളും കീഴ്വഴക്കങ്ങളും എല്ലാമുണ്ട്. കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ്. ഈ ട്രഡീഷൻസ് വളരെ ആരോഗ്യപരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ചാരുത നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷനായ സ്പീക്കർ എന്ന ബ്രിട്ടീഷ് രീതിയിൽ ഒരിക്കലും ഇന്ത്യയിൽ നടപ്പാകില്ല. കാരണം നമ്മുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ രാഷ്ട്രീയ സംസ്കൃതി വേറെയാണ്. പക്ഷേ ഇവിടെ ഒരു ധാരണ രൂപപ്പെട്ടിരുന്നു. 10ാം ലോക്സഭയിൽ 1991 ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായ 10ാം ലോക്സഭയിൽ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ നോമിനി വരികയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മുഖ്യപ്രതിപക്ഷമായ BJPയുടെ നോമിനി വരികയും ചെയ്ത ഒരു കീഴ്വഴക്കം 11ാം ലോക്സഭയിൽ അത് ആവർത്തിച്ചു. അതൊരു കുറച്ചു കാലം മാത്രം പ്രവർത്തിച്ച ലോക്സഭയാണ്. 96 നിലവിൽ വന്ന് 98 വരെ ഉണ്ടായിരുന്ന 11ാം ലോക്സഭയിൽ 98 മുതൽ ഉണ്ടായിരുന്ന വാജ്പേയിയുടെ 1ാം സർക്കാർ അല്ലെങ്കിൽ 2ാം സർക്കാർ, ആദ്യം 13 ദിവസത്തിന് ശേഷം 13 മാസം ഇരുന്ന 98 തുടങ്ങിയ ആ സർക്കാരിലും പ്രതിപക്ഷത്തെ ഒരാളായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. എന്നിട്ട് വാജ്പേയിയുടെ ഒരു പൂർണ്ണ 5 വർഷം നീണ്ടു നിൽക്കുന്ന 13ാം ലോക്സഭയിലും പ്രതിപക്ഷത്ത് നിന്നായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. ഇത് കോൺഗ്രസ് പാർട്ടിയും UPA മുന്നണിയും അധികാരത്തിൽ വന്ന 14-15 ലോക്സഭയിൽ 2004-ലും 2009-ലും അത് തുടർന്നു. പക്ഷേ ആ ഒരു സ്ഥാനത്തിന് മാറ്റമുണ്ടായത് 2014-ലാണ്. അതുകൊണ്ട് ചില ധാരണകൾ വളരെ വളരെ പതിയെ രൂപപ്പെട്ടു വന്ന ധാരണകളാണ്. 6 ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം
അതിനുശേഷം വന്ന 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന ആ ഒരു മന്ത്രിസഭയും ആ ഒരു ലോക്സഭയും അത് കാട്ടിയില്ല എന്നതാണ്. അത് കോൺഗ്രസിൻ്റെ നമ്പേഴ്സ്, ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കാൻ പോലുമുള്ള നമ്പേഴ്സ് ഇല്ലാതെ പോയി. ലോക്സഭയുടെ അംഗസംഖ്യയായ 543-ൽ 10%, 55 സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി അംഗീകരിക്കപ്പെടൂ, ക്യാബിനറ്റ് റാങ്കോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ. അപ്പോൾ അത് വേണമെങ്കിൽ നെഹ്റുവിയൻ മാതൃക പിന്തുടർന്നുകൊണ്ട് അന്ന് AK ഗോപാലിനെ, ഒന്നാം പാർലമെന്റിൽ ശ്രീ AK ഗോപാലനെ പ്രതിപക്ഷ നേതാവായി കടന്നു വരുന്നതിന് നെഹ്റുവിൻ്റെ ഒരു മൗന സമ്മതം നൽകിയതുപോലെ ഒരു ഉദാത്ത മാതൃക വേണമെങ്കിൽ കാട്ടാമായിരുന്നു. പക്ഷേ ആ മാതൃക കാട്ടിയില്ല. പക്ഷേ അതൊരു നിഷേധാത്മക സമീപനം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ എന്നതാണല്ലോ പ്രമാണം. അതുകൊണ്ട് വിന്നർ ടുക്ക് ഇറ്റ് ഓൾ. പക്ഷേ അടുത്ത ലോക്സഭയിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം മോശമായിരുന്നു. അവിടെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിനോ അല്ലെങ്കിൽ UPA കക്ഷികൾക്കോ ഓഫർ ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ 18ാം ലോക്സഭയിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രോട്ടോം സ്പീക്കറുടെ കാര്യത്തിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രതാപൂർവമായ ഒരു നിലപാട് വേണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കും ഭരണകക്ഷിക്കും എടുക്കാമായിരുന്നു. കാരണം അവകാശം പറഞ്ഞാൽ തീർച്ചയായും ഭരണപക്ഷത്തിൻ്റെ അവകാശമാണ് ആരാണ് പ്രോട്ടോം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുക. വേണമെങ്കിൽ ഈ സാങ്കേതികത്വം വേണമെങ്കിൽ പറയാം. ഭർതൃഹരി മെഹ്താബ് എന്ന ഒറീസക്കാരനായ ഇപ്പോഴത്തെ BJP MP, അദ്ദേഹം കഴിഞ്ഞ 6 തവണയും ബിജു ജനതാദളിൻ്റെ ലേബലിൽ ഒറീസയിൽ നിന്നും ജയിച്ചു വന്ന MP ആണ്. അദ്ദേഹം BJPയിൽ ആദ്യ ഊഴമാണ് അദ്ദേഹത്തിന്. പക്ഷേ വാദത്തിന് വേണ്ടി പറയാം, തുടർച്ചയായി 7ാം പ്രാവശ്യം ലോക്സഭയിലെത്തി, സീനിയോറിറ്റിയുള്ള ആളാണ്. വേണമെങ്കിൽ വാദത്തിന് വേണ്ടി മറുവശത്ത് പറയാം, തൊട്ടും അതെ അതാണ് അത് 6 പ്രാവശ്യം ജയിച്ചത് BJD ടിക്കറ്റിലാണ്. ബിജു ജനതാദൾ ടിക്കറ്റിൽ ജയിക്കുകയും അപ്പോൾ ഒരു കൂറുമാറ്റക്കാരൻ എന്ന ലേബിൾ വേണമെങ്കിൽ വിമർശകർക്ക് അദ്ദേഹത്തിന് വേണേൽ ചാർത്തി കൊടുക്കാം. അങ്ങനെ ഒരാളെ സ്പീക്കറാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അത് ഭരണകക്ഷിയാണ് തീരുമാനിക്കുന്നത് ആരാവണം തങ്ങളുടെ പ്രോട്ടം സ്പീക്കർ എന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ പ്രോട്ടം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യാതൊരു പദവിയുമില്ലാത്ത, യാതൊരു അധികാരവുമില്ലാത്ത, കേവലം ഒരു മിന്നാമിനുങ്ങ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഈയാമ്പാറ്റ മാത്രമാണ്. അദ്ദേഹത്തിന് 1-2 ദിവസത്തെ ഏക് ദിൻ കാ തമ്പുരാൻ എന്ന് പറയുന്ന പോലെ ഒരു ദിവസത്തെ മാത്രം, അല്ലെങ്കിൽ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വിസ്മൃതിയിൽ ആണ്ടുപോവുക എന്നതാണ് പ്രോട്ടം സ്പീക്കറുടെ നിയോഗം. ആ നിയോഗം ഇപ്പോൾ ഭർതൃഹരി മെഹ്താബ് നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വരുന്നത് നാളെ മുതലുള്ള പോരാട്ടത്തിന് ദിനങ്ങൾ. 18ാം ലോക്സഭയുടെ 3ാം സമ്മേളനം തന്നെ, 3ാം ദിവസം, ആദ്യ സമ്മേളനത്തിന് 3ാം ദിവസം തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖാമുഖം വരികയാണ്. ഇതൊരു നമ്പേഴ്സ് ഗെയിമാണ്. സ്വാഭാവികമായി ഇതൊരു ഗെയിം ആകുമ്പോൾ അതിന് സ്ട്രാറ്റജിയും ഉണ്ടാകും. എന്താണ് സ്ട്രാറ്റജി? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം, 233 സീറ്റുകൾ മാത്രമുള്ള ഇന്ത്യ സഖ്യം നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാനാവില്ല എന്നവർക്കറിയാം. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതൊരു പ്രതീകാത്മകമാണ്. ഞങ്ങൾ ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായി ഒരാളെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതിൻ്റെ ഒരു സൂചനയാണ് മന്ത്രിസ്ഥാനത്തേക്ക് ചിലർ വന്നപ്പോൾ അവരെ ഒറ്റതിരിഞ്ഞ് അവരോടുള്ള നീരസം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോൾ ഇതാ കാണുന്നു, മത്സരിക്കാനുള്ള സന്നദ്ധത വരികയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ചർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊന്നും പാർലമെൻറ്റിൽ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയാനില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന സ്മൃതി എന്നോട് ചോദിച്ച പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണ്. അത് ചോദിച്ചത്, ഇനിയുള്ള നാളുകൾ സംഘർഷപൂരിതമാകുമോ? ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഏറെ ദുഃഖത്തോടെയായിരിക്കും ജനാധിപത്യ ഭാരതം അതിനെ കാണുക. കാരണം വിലയേറിയ സമയം, പാർലമെന്റിന്റെ വിലയേറിയ സമയം, ബില്ലുകൾ കൂലംകഷമായി ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള പാർലമെന്റിന്റെ വിലയേറിയ സമയം അവിശ്വാസ പ്രമേയ ചർച്ചകളിലും അല്ലെങ്കിൽ അവകാശ ലംഘന പ്രമേയത്തിലും അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിലും ഒക്കെയുള്ള ചർച്ചകളിൽ ഉടക്കി നിൽക്കുമ്പോൾ വളരെ നിർണായകമായ പല നിയമങ്ങളും ഗില്ലറ്റും ചെയ്ത് പാസ്സാക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകും. അതുമാത്രമല്ല, കഴിഞ്ഞ 2 ലോക്സഭയിൽ കണ്ട ഒരു പ്രവണതയും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് 16ാം ലോക്സഭയിൽ 15 ലോക്സഭ വരെ അവിടെ ലോക്സഭയിൽ വരുന്ന ബില്ലുകളുടെ 70% ശരാശരി, ആദ്യ ലോക്സഭ മുതൽ 15ാം ലോക്സഭ വരെ ശരാശരി 70% ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് വിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളോട് അനുസരിച്ച് വേണ്ട ഭേദഗതികളോടെ സഭയിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. 70% ബില്ലുകൾ. എന്നാൽ
16ാം ലോക്സഭ, മോദിയുടെ നേതൃത്വത്തിൽ വന്ന 16ാം ലോക്സഭ, മോദി നമ്പർ 1, ആ ലോക്സഭയിൽ കേവലം 30% ബില്ലുകൾ മാത്രമാണ് സെലക്ട് കമ്മിറ്റിക്കും സബ്ജക്ട് കമ്മിറ്റികൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും വിട്ടുകൊടുത്തത്. അപ്പോൾ അത് ഒരു പരിധിവരെ അംഗങ്ങളുടെ അവകാശത്തോട് കാട്ടുന്ന വളരെ ഒരു നീതി ലംഘനമാണ്. കാരണം ഒരു സെലക്ട് കമ്മിറ്റികൾക്കാണ് കൂലങ്കഷമായ ബില്ലുകളെ കുറിച്ച് പഠിച്ച് അഭിപ്രായം പറയാനും ഭേദഗതി നിർദ്ദേശിക്കാനും കഴിയുക. ആ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളവരെ പുറത്താക്കുന്ന നടപടികളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഉള്ളതാണോ, അതിന്റെ തുടർച്ചയാണോ 3ാം ഘട്ടത്തിലും മോദി സർക്കാരിൽ കാണുക എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. ശങ്കുട്ടി ദാസ്, ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. നീറ്റ്, നെറ്റ് പരീക്ഷകൾ അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ നാളെ മുതൽ അങ്ങോട്ട് ഉന്നയിക്കാനിരിക്കും. ഇന്നുവരെ സത്യപ്രതിജ്ഞാ ദിവസങ്ങളായിരുന്നു. ഇനി നാളെ മുതൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാനിരിക്കുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പരീക്ഷാ പേ ചർച്ച, വിദ്യാർത്ഥികളുമായുള്ള സംസാരം, വിദ്യാർത്ഥികൾ എങ്ങനെ പരീക്ഷ എഴുതണം, എങ്ങനെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ നേരിടണം എന്നൊക്കെ ക്ലാസ്സൊക്കെ കൊടുക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടത്. ഇവിടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ നീറ്റ് എക്സാമിലെ ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ച് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പോലും സമ്മതിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. നോക്കൂ, ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നാളെ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല. പക്ഷെ ഇവിടെ ഉയർന്നു കേട്ട വാദങ്ങളിൽ വളരെ കൗതുകകരമായി തോന്നിയ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 1ാമത്തെ ലോക്സഭ മുതൽ 10ാമത്തെ ലോക്സഭ വരെ നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കറും ഭരണകക്ഷിയിൽ നിന്ന് തന്നെയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കറെ നിർദ്ദേശിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. 11 മുതൽ 15 വരെയുള്ള ലോക്സഭകളിലാണ് അങ്ങനെ കീഴ്വഴക്കം ഉണ്ടായത്. അപ്പോൾ അതാണ് നമ്മൾ കീഴ്വഴക്കമായിട്ട് അംഗീകരിക്കേണ്ടത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്തമമായിട്ടുള്ള മാതൃകയായിട്ട് അംഗീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി മുതലായവർ നയിച്ച 1 മുതൽ 10 വരെയുള്ള ഇന്ത്യയിലെ ലോക്സഭകൾ ജനാധിപത്യ മാതൃകകൾ പാലിക്കാത്ത മോശം പ്രവണതകൾ പാലിച്ചിരുന്ന പാർലമെന്റുകളായിരുന്നു എന്നൊരു ചോദ്യം എനിക്കിവിടെ ഉന്നയിക്കാറുണ്ട്. കാരണം അതാണല്ലോ നമ്മുടെ യഥാർത്ഥ കൺവെൻഷൻ. 1 മുതൽ 10 വരെ നമ്മൾ തുടർന്ന് വന്ന 1991 വരെ നമ്മൾ തുടർന്ന് വന്ന കൺവെൻഷൻ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഭരണകക്ഷിയിൽ നിന്ന് തന്നെയായിരുന്നല്ലോ. 2, നെഹ്റുവിയൻ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്പേഴ്സ് ഇല്ലെങ്കിലും AK ഗോപാലനെ പ്രതിപക്ഷ നേതാവ് ആക്കിയതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനം 44 അംഗമുള്ള കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു എന്ന് ശ്രീ മോഹൻ വർഗീസ് പറയുന്നു കേട്ടു. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു വരുന്നൊരു നുണയാണ്, ഒരു തെറ്റാണ്. AK ഗോപാലൻ ഒരു കാലത്തും ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആയിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് 1967 മുതൽ 1970 വരെ സമ്മേളിച്ച 4ാം ലോക്സഭയിലെ അംഗമായിരുന്ന ഡോക്ടർ രാം സുഭാഗ് സിംഗ് ആണ്. അന്ന് ഇന്ദിരാ കോൺഗ്രസ് എന്നും സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നും ഇൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് തന്നെ 2ആയി പിളർന്നപ്പോൾ 1967 ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ കോൺഗ്രസിലെ ഔദ്യോഗിക വിഭാഗം നടപടിയെടുക്കുകയും പാർട്ടി പിളരുകയും ചെയ്ത സമയത്ത് ഓർഗനൈസേഷണൽ കോൺഗ്രസ് ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിക്കുകയും 60 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഓർഗനൈസേഷണൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ക്ലെയിം ഉന്നയിക്കുകയും അവരിൽ നിന്നുള്ള ഡോക്ടർ രാം സുഭാഗ് സിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തു. 1ാം പാർലമെന്റ് 1952 പാർലമെന്റിൽ CPIയുടെ പാർട്ടിയുടെ നേതാവ്, അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡർ പോലും AK ഗോപാലൻ ആയിരുന്നില്ല, ഢാങ്കെ ആയിരുന്നു. ഇത് നമ്മൾ ആവർത്തിച്ച് വരുന്ന ഒരു നുണയാണ്. കാരണം AK ഗോപാലിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജോ ഇതോ കിട്ടിയിട്ടില്ല. ലോക്സഭാ രേഖകൾ പ്രകാരം AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായിട്ടില്ല. 1, 2, 3 ഹൗസുകളിൽ സീറ്റ് ഓഫ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഈസ് വേക്കൻറ്റ് എന്നാണ് ലോക്സഭാ രേഖകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് വന്ന മറ്റൊരു നുണയാണത്. ഏതായാലും ഇവിടുത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം തങ്ങൾക്ക് ഇല്ലാത്തൊരു അധികാരം ഉന്നയിക്കുകയാണ്. തങ്ങൾക്ക് മുൻ 2 തവണകളിൽ കിട്ടിയിട്ടുള്ള സംഖ്യകളെക്കാൾ കൂടുതൽ സംഖ്യ തങ്ങൾക്ക് ഇത്തവണ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്തിട്ടുള്ള സർക്കാരിനേക്കാൾ കൂടുതൽ ജനങ്ങളെ ഭരിക്കാനുള്ള ധാർമ്മികാധികാരം തങ്ങൾക്കാണെന്ന് ധരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തിക്കോ തങ്ങളുടെ നമ്പേഴ്സിനോ ഉതകാത്ത അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരിക്കാനുള്ള അവകാശമാണോ പ്രതിപക്ഷം ചോദിച്ചത്? ഞങ്ങൾക്ക് ഭരിക്കണമെന്നാണോ പറഞ്ഞത് ശ്രീ ശങ്കുട്ടി ദാസ്? പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളുന്നതെന്ന് വിശദീകരിക്കാമോ? ഏത് തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി തേടുന്നത്? ഇപ്പോൾ സ്പീക്കർക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യമായി അങ്ങോട്ട് പോകുന്ന ഒഴിച്ചാൽ എന്ത് തരം ഉൾക്കൊള്ളലാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് സമന്വയത്തിന്റെ ഭാഷ? സഭാ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളോ സംഘർഷങ്ങളോ ചെയ്യാതെ സഭയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്ന രീതിയിലുള്ള മാന്യവും സഭ്യവുമായ പെരുമാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, കൺസെൻസസിനെ പറ്റി പ്രതിപക്ഷം പറയുന്നു. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവർക്കിടയിൽ പോലും കൺസെൻസസ് ഇല്ല. INDA മുന്നണിക്ക് 241 അംഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നാളെ ഈ പറയുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് വന്നാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം അത്രയും വോട്ടുകൾ തന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തൃണമൂൽ കോൺഗ്രസ് അവരുടെ അതൃപ്തി ഇതിനോട്
ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. പല ഘടകകക്ഷികളും തങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അതിന് കോൺഗ്രസിന്റെ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ സമർപ്പിക്കാൻ 10 മിനിറ്റ് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടിയാലോചനകൾക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് ഞങ്ങൾ കൊടുത്തു എന്നാണ്. അപ്പൊ തങ്ങളുടെ മുന്നണിക്കിടയിൽ പോലും കൺസെൻസസ് നാളെ അറിയാൻ പറ്റുമല്ലോ ശങ്കുട്ടിദാസ്. തൃണമൂൽ കോൺഗ്രസ് അതിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയാമല്ലോ. അത് അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു. അല്ല, പ്രധാനമന്ത്രി മറുപടി പറയുമോ, പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്, സഭ ഇനി എങ്ങനെയാണ് സമ്മേളിക്കാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് നാളെ അറിയാം. നിങ്ങളും പ്രതിപക്ഷത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. നിങ്ങളാൽ ആവുന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ ശങ്കുട്ടിദാസ്. ഇപ്പോൾ DMK-ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. തെലുഗുദേശം പാർട്ടിയോട് സ്പീക്കർ സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് INDA മുന്നണിയാണ്. തെലുഗുദേശം പാർട്ടി എന്താണ്, പ്രീപോൾ അലയൻസിന്റെ ഭാഗമായിട്ട് NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയും BJP-യോടൊപ്പം സഖ്യത്തിൽ ഏർപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത പാർട്ടിയാണ്. ഇപ്പോഴും NDA മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയോട് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള INDA മുന്നണി ഉപദേശിക്കുകയാണ്, BJP-യെ വിശ്വസിക്കരുത്, നിങ്ങളുടെ സ്ഥാനം ചെറുതായി പോകും, അതുകൊണ്ട് സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ക്ലെയിം നിങ്ങൾ ഉന്നയിക്കണമെന്ന്. അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ആര് വിജയിക്കുന്നു എന്നുള്ളതാണ് അവസാനത്തെ പ്രശ്നം. ഇവിടുത്തെ നമ്മുടെ മുന്നിൽ നമ്പേഴ്സ് വളരെ ക്ലിയർ ആണ്. 543 അംഗങ്ങളുള്ള സഭയിൽ 273 അംഗങ്ങളുടെ പിന്തുണയുള്ള ആൾക്ക് സ്പീക്കർ ആവാൻ പറ്റും. ആ അംഗങ്ങളുടെ പിന്തുണ ഇവിടെ INDA മുന്നണിക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? ആ പിന്തുണ NDA-ക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? പിന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സഭയിൽ എല്ലാവരുടെയും നേതാവാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല, നിഷ്പക്ഷനായിട്ടുള്ള എല്ലാവരും മാനിക്കേണ്ട ഒരാളായിട്ടാണ് കാണുന്നത്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സ്പീക്കർ ആവുമ്പോൾ അദ്ദേഹം BJP നോമിനിയും ഞങ്ങളെ പരാജയപ്പെടുത്തി വന്നാലും അതുകൊണ്ട് തന്നെ ഞങ്ങളോട് വിദ്വേഷമുള്ള ആളാണെന്ന് ഒരു ഒപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നാളെ സ്പീക്കറുടെ എല്ലാ നടപടികളുടെ കാര്യത്തിലും വിവേചനവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കും ആരോപിക്കാൻ സാധിക്കും. അങ്ങനെ കുറേ കാലങ്ങളായിട്ടൊരു കൺവെൻഷൻ പോലെ സ്പീക്കർ എന്ന് പറയുന്നത് പൊളിറ്റിക്സിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പ്രതീതിയെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നഷ്ടപ്പെടുത്താനും സ്പീക്കറുടെ അങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടല്ല കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും പ്രവർത്തിച്ചെന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? അതാണ് എന്റെ അവകാശവാദം. അങ്ങനെ അല്ലാതെ അങ്ങേക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു. ഓം ബിർള എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതല്ലേ? കൺവെൻഷൻ പ്രകാരം അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ശ്രീ മോഹൻ വർഗീസ്, പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് സംസാരിക്കുന്നവർ ഇത്തിരി ഉറക്കെ സംസാരിക്കുമ്പോഴേക്കും അവരെ തുടർച്ചയായി പുറത്താക്കൽ കൃത്യമായ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്പീക്കറെയാണ് നമ്മളെല്ലാം പാർലമെന്റിൽ കണ്ടത്, ലോക്സഭ ലൈവ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്. ശ്രീ മോഹൻ വർഗീസ്, ഓം ബിർളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ 17ാം ലോക്സഭയിലെ 5 വർഷം സ്പീക്കറായിരുന്ന കാലത്തെ അതിൻ്റെ ഏറ്റവും ഫാഗ് എൻഡ് ഓഫ് ഹിസ് ടേം അദ്ദേഹം 130-ൽ പരം ആളുകളെ 130-ൽ പരം ഈ പ്രതിപക്ഷ MP-മാരെ അയോഗ്യരാക്കുന്നതിൻ്റെ കാർമ്മികത്വം വഹിച്ച ഒരു പേരുദോഷമുണ്ട്. അത് പേരുദോഷമെന്ന് പറയാനൊക്കില്ല. നിയമപരം ഒരുപക്ഷെ ഭൂരിപക്ഷം അനുസരിച്ച് ലോക്സഭാ അംഗങ്ങൾ വോട്ട് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ധാരണയും കീഴ്വഴക്കവും കൺസെൻസസും ഒക്കെയുണ്ട്. ഒരു പരസ്പര ബഹുമാനം, പ്രതിപക്ഷത്തെ ഒരു ബഹുമാനപൂർവ്വം കാണുക, അതുപോലെ തന്നെ പ്രതിപക്ഷം ആവശ്യമില്ലാതെ ഭരണകക്ഷിയെ ടോൺ ചെയ്യാതിരിക്കുക. ഇതെല്ലാം ജനാധിപത്യം ആഴത്തിൽ വേരുറപ്പിച്ച രാജ്യങ്ങളിൽ സ്ഥിരപരിചിതമാണെങ്കിലും ഇന്ത്യയിലെ ജനാധിപത്യം ഇപ്പോഴും ശൈശവ ദിശയിലാണ് എന്ന് ചിലരെങ്കിലും പറയുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടാണ്. ഒരു ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ഇവിടെ അഭാവമുണ്ട്. അങ്ങനെ സാധിക്കണമെങ്കിൽ വേണ്ട ബഹുമാനം ഓപ്പോസിഷന് കൊടുക്കുകയും തീർച്ചയായും ഓപ്പോസിഷൻ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടും. പക്ഷേ അവർക്ക് ചർച്ച ചെയ്യാനും ബില്ലുകൾ അവരിലുള്ള ചർച്ചയിൽ പങ്കെടുക്കാനും അല്ലാതെ അവർ തന്നെ സഭ മുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീളുമ്പോൾ അത് അനാരോഗ്യപരമായ ഒരു പ്രവണതയാണ് സ്മൃതി ഇത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സെലക്ട് കമ്മിറ്റികൾക്കൊക്കെ വിടുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 17ാം ലോക്സഭയിൽ 11% ബില്ലുകൾ മാത്രമേ ഇതുപോലെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ബില്ലുകൾ പാസ്സാക്കുന്ന രാജ്യം ഉറ്റുനോക്കുന്ന നിർണായകമായ നിയമനിർമ്മാണം വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ സ്വരം ഉയരുന്നില്ല. ഒന്നുകിൽ അവർ ബഹളം വെച്ച് പുറത്തു പോവുകയാണ്, വാക്കൗട്ട് നടത്തുകയാണ്, അല്ലെങ്കിൽ അവരെ പുറത്താക്കിയതിനു ശേഷം ബില്ലുകൾ പാസ്സാക്കുകയാണ്. അതല്ല ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിന് നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ വാക്കൗട്ട് അല്ല നടത്തേണ്ടത്, ഭരണപക്ഷത്തിനെ
കട്ടയ്ക്ക് എതിർക്കുന്ന രീതിയിൽ പ്രതിപക്ഷം സഭയിൽ തുടർന്നുകൊണ്ട് ശരി, ആ രൂപത്തിലേക്ക് പ്രതിപക്ഷം ഉയരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ ഈ സ്പീക്കർ സ്ഥാനാർത്ഥത്തെ ചൊല്ലിയുണ്ടായിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ വിള്ളലെന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ, അതിപ്പോൾ തൃണമൂൽ മാത്രമല്ല NCPക്കും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവരോട് ചർച്ച ചെയ്തില്ല, കോൺഗ്രസ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നാളെ ഇപ്പോൾ അതിൽ പിന്നീട് ചർച്ചകൾ നടത്തി പരിഹരിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു ശൈലി ശരിയാണോ? ആദ്യ ദിവസമാണെന്ന് ആലോചിക്കണം. ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് പറയട്ടെ. അദ്ദേഹം ഇവിടെ ബഹുമാനായ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ 10ാം ലോക്സഭ വരെയുള്ള കൺവെൻഷൻസ് എടുത്തിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഒരു ജനാധിപത്യ വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തുകയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ലോക്സഭയെ സംബന്ധിച്ചൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ശബ്ദത്തെ അതിനെ പ്രതിഫലിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് ശബ്ദം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഭരണാധികാരി ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ നോക്കൂ, 2ാമത്തെ ലോക്സഭ 371 കോൺഗ്രസ് മെമ്പർമാരുണ്ടായി. മൂന്നാമത്തെ ലോക്സഭ 361ആണ്, 4ാമത്തേൽ 281ആണ്, 5 360, 6 295, 7 370, 77, 8 426, 9 195, 10ൽ 252. 10ാം ലോക്സഭയിൽ വരുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഏകോപിത സ്വഭാവം ഉണ്ടാവുന്നത്. അതിനു മുമ്പ് 1 മുതൽ 9 വരെയുള്ള ലോക്സഭയിൽ നിങ്ങൾക്ക് NDA എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? NDA എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മുന്നണി, ആ ND മുന്നണി എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? 10ാമത്തെ ലോക്സഭ കഴിയുമ്പോഴാണ് ആ മുന്നണി ഉണ്ടാവുന്നത്. അവിടെ 9 ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ഏകോപിത സ്വഭാവമില്ലാതെ നിൽക്കുമ്പോൾ 50ൽ താഴെ സീറ്റുകൾ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ഇത് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും വരുന്നൊരു ഏകോപന സ്വഭാവമില്ലാതെ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ സാങ്കേതികമായ കാര്യമില്ല. അതേസമയം നോക്കൂ, നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വന്നു. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ കോൺഗ്രസിന് 282 സീറ്റാണ്, BJPക്ക് 195 സീറ്റിനടുത്ത് കിട്ടി. അവിടെ പാർലമെന്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായി. അന്ന് 252 സീറ്റ്. എന്തായാലും 5 വർഷം ഒരു ന്യൂനപക്ഷ ഗവൺമെന്റായിട്ട് മുന്നോട്ട് പോയ ഗവൺമെന്റ് ആയിരുന്നല്ലോ 10ാം ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. അവിടെ BJPയുടെ മല്ലികാർജുനയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള ജനാധിപത്യ മനസ്സ് നരസിംഹറാവു കാണിച്ചല്ലോ. കാരണം എന്താ? അവിടെ നിങ്ങൾക്കൊരു ഏകോപിത സ്വഭാവം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എണ്ണമുണ്ടായിരുന്നു. അപ്പൊ പ്രതിപക്ഷത്തിന്, ഏകോപിതമായ ഒരു പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ എണ്ണങ്ങളുള്ള ഒരു പ്രതിപക്ഷത്തിന് അവിടെ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ആ ഏകോപിത സ്വഭാവത്തിൽ നിൽക്കുകയാണ്. 233 എന്നുള്ള എണ്ണം ഞങ്ങൾ ഇന്ത്യ മുന്നണി പ്രീപോൾ അലയൻസിൽ നിൽക്കുന്നു. ആ പ്രീപോൾ അലയൻസിൽ നിന്ന് നിങ്ങളോട് ചുരുക്കം എണ്ണം മാത്രം വ്യത്യാസമുള്ള സമയത്ത് ഞങ്ങളുടെ ശബ്ദം, ആ പ്രതിപക്ഷത്തിന്റെ ശബ്ദം, അത് പ്രതിപക്ഷത്തിന് വെച്ച കോൺഗ്രസിന്റെ ശബ്ദമല്ല. ഈ 233 MP-മാരെ ജയിപ്പിച്ച ജനങ്ങളുടെ ശബ്ദമാണ്. ഈ രാജ്യത്ത് വരുന്ന ജനങ്ങളുടെ മറ്റൊരു, നിങ്ങൾ പറയുന്ന ശബ്ദത്തിന് നിൽക്കുന്ന മറ്റൊരു ശബ്ദമാണ്. ആ ശബ്ദത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിധ്വനിപ്പിക്കാൻ നിങ്ങൾ ജനാധിപത്യ മര്യാദ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം. പിന്നെ സംഘർഷം, ഞാൻ ശ്രീ മോഹൻ വർഗീസ് പറയുന്നതിനോട് ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആകുലതകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഹിന്ദുത്വ വർഗീയ അജണ്ട കഴിഞ്ഞ 2 സമയത്തുണ്ടാക്കിയ പോലെ നടത്താൻ കഴിയില്ലെങ്കിൽ പോലും ഈ പ്രാവശ്യം വരുന്ന ഒരു ഗവൺമെന്റ് ആ അജണ്ടകൾ കൊണ്ട് മുന്നോട്ട് വരുന്ന നയങ്ങളെ ശക്തിയുക്തം എതിർക്കും. ആ ശക്തിയുക്തം എതിർത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ തിരുത്താൻ പ്രേരിപ്പിക്കുക എന്നുള്ള ഏറ്റവും ക്രിയാത്മകമായ പ്രതിപക്ഷത്തിന്റെ റോളിലാണ് ഉണ്ടാവുന്നത്. അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ന് പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് പോകാൻ ഉണ്ടാകുന്ന അപകടം, ആ അപകടമാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നത്. ഭരണത്തിൽ ഞാൻ എന്റെ അധികാരം തെല്ലും കുറയ്ക്കാൻ, അധികാരത്തിന്റെ ഒരു ഇത്തിരി ഭാഗമെങ്കിലും പ്രതിപക്ഷത്തിന് കൊടുത്താൽ അതിനെ ഭയക്കുന്നു മോദി എന്നുള്ളത് കൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും കൊടുക്കാത്തത്.
സ്മൃതി, അത് അധികാരമല്ല. ഒരു മിനിറ്റ്, അധികാരമല്ല. ഇന്ത്യയുടെ പാർലമെന്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ അത് പ്രതിപക്ഷത്തിന് കൈമാറുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങൾ അവിടെ പരിഗണിക്കപ്പെടുന്നതാണ്. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് ഉൾപ്പെടെ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ ലോക്സഭയുടെ പ്രവർത്തനം കണ്ടാൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം പോലും പ്രതിധ്വനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മൈക്ക് ഓഫ് ചെയ്ത് അവരെ സഭയിൽ നിന്ന് പുറത്താക്കി അവരെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വശങ്ങൾ പഠിക്കാനുള്ള സമയം കൊടുത്തുകൊണ്ടുള്ള ഒരു ബില്ല് പോലും അവതരിപ്പിക്കാതെ ആ പ്രതിപക്ഷത്തെ വെറും എന്താ പറയുക ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രതിപക്ഷമാക്കി മാറ്റാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമം മറുപടി. അല്ല, ഞാനവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹം പറയുന്നു 10ാം ലോക്സഭ വരെ ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. 11ാമത്തെ ലോക്സഭയിൽ വന്നപ്പോൾ BJP കുറച്ച് സീറ്റുകൾ പിടിച്ചപ്പോൾ മാത്രമേ പ്രതിപക്ഷത്തിന് യൂണിഫൈഡ് ബ്ലോക്ക് ആയിട്ടുള്ളൂ. അപ്പോഴല്ലേ അവരെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 7ാം ലോക്സഭ 1980 മുതൽ 84 വരെ ഉണ്ടായിരുന്ന 7ാമത്തെ ലോക്സഭ, ഇന്ദിരാഗാന്ധി ഒരു തവണ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരികയാണല്ലോ. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പുറത്തു വന്നു. അതിനെതിരെ ഉണ്ടായിരുന്ന അങ്ങ് പറയുന്ന ദുർബലമായിട്ടുള്ള പ്രതിപക്ഷം ജനതാ സഖ്യം ഭരണത്തിൽ കയറുന്നു, അവർക്ക് പ്രധാനമന്ത്രിമാരുണ്ടാവുന്നു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഈ CPM-നും ജനതാ പാർട്ടിക്കും കൂടിയിട്ട് 100 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അന്ന് പ്രതിപക്ഷ കക്ഷിയിൽ ഒരാൾക്ക് കൊടുക്കാത്തത്? അന്ന് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ബ്ലോക്ക്, ഒരു ജനതാ അലയൻസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞല്ലോ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ ഒരു കാലത്തും പിന്തുടർന്നിട്ടില്ലാത്ത കൺവെൻഷൻ, ഇവിടുത്തെ കൗതുകം 1975 ജൂൺ 25-ാം തീയതി രാജ്യത്തിന്റെ ഭരണഘടനയെ തടവിലിട്ടുകൊണ്ട് രാജ്യത്തിന് പേര് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആ പാർട്ടിയുടെ പ്രതിനിധികൾ ആ ആളുടെ തന്നെ പേരെക്കുട്ടി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കലാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു ഐറണിയാണ് നിങ്ങൾ ഒരു കൺവെൻഷൻ. മുത്തശ്ശിക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല എന്നാണോ? രാഹുൽ ഗാന്ധിക്ക് തിരുത്താൻ പറ്റില്ല എന്നാണോ? ഓരോരുത്തരും അവരുടെ പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. അബദ്ധമല്ല, വലിയ പിഴവ്. അതൊരു പിഴവാണെന്ന് സമ്മതിക്കുകയാണ് നിലവിൽ കോൺഗ്രസ്. അത് സമ്മതിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പിഴവുകൾ നിങ്ങൾക്ക് സമ്മതിക്കുന്ന ഒരു സമീപനമുണ്ടോ? അതല്ലേ മറു ചോദ്യമായി വരുന്നത്. അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെങ്കിൽ ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യം നിലവിലില്ലേ ശ്രീ ശങ്കുട്ടി ദാസ്? ഇതൊക്കെ നിങ്ങളുടെ വാദങ്ങളാണ്. എന്താണ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നടന്നിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിക്കുക, മാധ്യമ പ്രവർത്തകരെ ജയിലടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർച്ചയായി നടന്നിട്ടില്ലേ ഈ 10 വർഷക്കാലം? മനുഷ്യാവകാശ പ്രവർത്തകർ, വിചാരണ കൂടാതെ തടവിൽ കഴിയുന്നവർ, പിന്തുണയുമില്ലാതെ റെട്ടറിക്കൽ ആയിട്ടുള്ള നാടകീയ വാദങ്ങൾ പറയുന്നതിൽ നാടകീയവാദങ്ങളോ ജയിലിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തനം കിടക്കുന്നില്ലേ? ശ്രീമതി ഞാനൊന്ന് മറുപടി പറയട്ടെ. ജയിലിൽ മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നതുകൊണ്ടാണോ കിടക്കുന്നത്? അതെ, മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നുകൊണ്ടാണ് കിടക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നുകൊണ്ടാണ് കിടക്കുന്നത്. അവർക്ക് തീവ്രവാദി പട്ടം ചാർത്തി കൊടുക്കുകയാണ്. ഒരാൾ മനുഷ്യാവകാശ പ്രവർത്തകർ. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന പ്രതികരണം നാടകീയമാണെന്ന് പറയുമ്പോൾ രാജു പി നായർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ 4 ജഡ്ജിമാർക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഗവൺമെന്റ് റോസ്റ്ററിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള കേസുകൾ അവർക്ക് താല്പര്യമുള്ള ജഡ്ജിമാർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അടിയന്തരാവസ്ഥ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ? സിദ്ദിഖാപ്പനെ പിടിച്ച് ജയിലിലെടുത്ത അവസരം കോടതി പറഞ്ഞല്ലേ ഭരണഘടനാ വിരുദ്ധം. എന്തായിരുന്നു സിദ്ദിഖാപ്പൻ ചെയ്ത തെറ്റ്? എന്തായിരുന്നു മീഡിയ വൺ ചെയ്ത തെറ്റ്? നിങ്ങൾക്ക് കോടതിയിൽ മീഡിയ വൺ ഞങ്ങൾ ഇന്നതുകൊണ്ട് ബാൻ ചെയ്യുന്നു എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ആ കേസ് തോറ്റുപോയില്ലേ? എവിടെയാണ് നിങ്ങൾ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിച്ചത്? നിങ്ങൾ നടത്തിയത് മുഴുവൻ ഈ പറയുന്ന മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തുകയും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളെ ഉൾപ്പെടെ ജയിലിലാക്കി. കനയ്യകുമാറിനെ നിങ്ങൾ എന്തിനായിരുന്നു ജയിലിലിട്ടത്? ഇപ്പൊ എന്താ പുറത്തെങ്ങനെ നിൽക്കുന്നത്? ഉമർ ഖാലിദ് എങ്ങനെയാ ജയിലിനകത്തായത്? സിദ്ദിഖാപ്പൻ എങ്ങനെയാ ജയിലിനകത്തായത്? സ്റ്റാൻ സാമി എങ്ങനെയാ ജയിലിനകത്തായത്? എത്രയോ ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ സാധിക്കും. അപ്പോഴെല്ലാം നിങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടന്നു. പിന്നെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ശങ്കുട്ടി ദാസ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി,
ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറഞ്ഞത് 1978 യവത്മാലിൽ വെച്ച് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു തെറ്റു പറ്റി എന്നുള്ളത് ഇന്ദിരാഗാന്ധി തന്നെ തുറന്ന് സംഭവിച്ചു. രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തെറ്റു സംഭവിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് തെറ്റി എന്ന് തുറന്നു പറയാനുള്ള ആർജവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ആ ഭരണഘടനയെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ഭരണഘടനയെ 10 വർഷം കാലിനടിയിൽ ഇട്ട് ചവിട്ടിയ ആളാണ് നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി ഭരണഘടന സംരക്ഷിക്കാനാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രതിപക്ഷാംഗങ്ങളെ നമ്മൾ കണ്ടു. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമെന്ന് മോദിക്ക് കൂടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷം ഇവിടെ സൃഷ്ടിച്ചിട്ടില്ലേ? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നുള്ള കാര്യം രാഹുലും ആവർത്തിച്ച് പറഞ്ഞു. വരാം ശങ്കുട്ടിദാസ്. ഈ രണ്ടു ഭാഗത്തും സ്മൃതി, രണ്ടു ഭാഗത്തും ഭരണഘടന തന്നെയാണ് ഇവിടെ ഒരു വിഷയമായി വരുന്നത്. ഇന്ത്യ മുന്നണിയിലെ മിക്ക സാമാജികരും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രതീകാത്മകത തന്നെയാണ്. കാരണം ഭരണഘടനാ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു, അതിൻ്റെ അന്തസ്സത്ത കാർന്നു തിന്നപ്പെടുന്നു. ഇത് ചൂണ്ടിക്കാട്ടാനായി ഭരണഘടനയെ തന്നെ ഒരു ആയുധമായി, ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണഘടന പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമായി വരുന്നത്. അതേ ഭരണഘടനയെ തന്നെ ആയുധമാക്കുന്ന ഭരണപക്ഷത്തെയും കാണുന്നു. അതുകൊണ്ടാണ് ഭരണഘടനാ തത്വങ്ങൾ ആദ്യം അട്ടിമറിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ പ്രതിപക്ഷം അന്ന് ഭരണപക്ഷമായിരുന്നപ്പോഴാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 49ാം വാർഷിക ദിനമാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആ ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ആ ഒരു കറുത്ത നാളുകൾ. ഇത് രണ്ടു പക്ഷത്തും ഈ ഭരണഘടനയെ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കാര്യം മാത്രം രണ്ടു കൂട്ടരും മറക്കുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. 2024 18ാം ലോക്സഭ ഒരു പുതിയ തുടക്കമാണ്. ലെറ്റ് us bury the hatchet എന്ന് പറയാൻ രണ്ടു കൂട്ടരും തയ്യാറാകുന്നില്ല. കാരണം മുൻകാലങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ചുമക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ജനാധിപത്യ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭോദർക്കമായ കാര്യമല്ല വരുന്നത്. പക്ഷേ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു. എണ്ണത്തിൻ്റെ കാര്യത്തിലെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു. ശക്തമായ ഡിബേറ്റുകൾ ഉണ്ടാകും. ജനം കാതോർക്കുന്നത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഡെമോക്രാറ്റിക് ട്രഡീഷൻസ് തിരിച്ചു കൊണ്ടുവരിക, ഒരു സംവാദത്തിന്റെ ഒരു അന്തരീക്ഷം തിരിച്ചു ഭാരതത്തിൽ ഉണ്ടാവുക എന്നതാണ് ആളുകൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞോളൂ. നോക്കൂ, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഈ രാജ്യം അനുഭവിച്ചിട്ടുള്ള 21 മാസങ്ങളുടെ അനുഭവമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ എന്താ സംഭവിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ അനുച്ഛേദങ്ങളും എന്താവും? സസ്പെൻഡഡ് ആവും. ബാക്കിയുള്ള മൗലികാവകാശങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നില്ല. 1,40,000 ആളുകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 22 പേരാണ് കസ്റ്റോഡിയൽ മരണങ്ങൾക്ക് വിധേയരായത്. പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള JP ഉൾപ്പെടെ, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ മുഴുവൻ അതിനകത്ത് സമവായത്തിലെത്തിയില്ലേ? ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലേ? അങ്ങേക്ക് ചരിത്രം പറയുമ്പോൾ പൊള്ളുമെന്ന് എനിക്കറിയാം. അങ്ങേക്ക് അത് പറയുമ്പോൾ വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തിട്ടില്ല. നാല് ഭരണഘടനാ ഭേദഗതികൾ, സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറിനെ തന്നെ മാറ്റി, പ്രിയമ്പിൾ ആദ്യമായിട്ട് അമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭേദഗതികൾ, അങ്ങനെയുള്ള 39th അമെന്റ്മെന്റ് മുതൽ 42nd അമെന്റ്മെന്റ് വരെയുള്ള 4 ശങ്കുട്ടിദാസ്, ആരാണിപ്പോൾ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്നത്? ശ്രീ ശങ്കുട്ടിദാസ്, ആരാണിപ്പോൾ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്നത്? ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ? ന്യായീകരിക്കുന്നവരോട് ചോദിക്കൂ. ആരും ന്യായീകരിച്ചിട്ടില്ല. അത് കറുത്ത ഏടാണ്, ആവർത്തിക്കാനാവാത്ത കറുത്ത ഏടാണെന്ന് തെറ്റ് പറ്റിയവരും പറയുന്നു. ഇവിടെ കാണുന്ന നമ്മൾ പറയുന്നു നിങ്ങൾ യഥാർത്ഥ അടിയന്തരാവസ്ഥയെ ലഘൂകരിക്കുകയാണ്. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത ആരും ലഘൂകരിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ സൗകര്യപ്രദമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ കഴിയും. അതാണ് നിങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ചോദ്യം. 30ഓളം വരുന്ന RSS നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു.
അടൽ ബിഹാരി വാജ്പേയി ഓം മേത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കാം, ഞങ്ങളെ ഇത് ചെയ്യണമെന്ന് ഇടപെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിലുണ്ടായിരുന്ന നവനിർമ്മാൺ മൂവ്മെന്റിന്റെ നേതാവിനെ വിളിച്ച് അവർ കാണിച്ചതിന് ഇന്ദിരാഗാന്ധിയോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട നേതാവിന്റെ പേര് വാജ്പേയി എന്നാണ്. നിങ്ങൾ എവിടെയാ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തത്? ഞങ്ങൾ സ്വയം തെറ്റുവരുത്താൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നു, ഞങ്ങൾ തിരുത്തി. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അടിയന്തരാവസ്ഥക്കെതിരെ ഒരു ജനസംഘമൊക്കെ ആ രൂപത്തിൽ നിന്നിട്ടുള്ളതാണ്. ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നയിച്ച പ്രസ്ഥാനം അതിനുശേഷം അത് കോംപ്രമൈസ് ചെയ്തു. അതിനുശേഷം കോംപ്രമൈസ് ചെയ്തു. സർസംഘചാലക് ദേവരശ് തന്നെ ഇന്ദിരാഗാന്ധിക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഏൽപ്പിച്ചമാരും നിരവധി കത്തുകൾ എഴുതി. സർസംഘചാലകർ കത്തെഴുതി എന്നുള്ള ചരിത്രത്തിലുള്ളത് തന്നെയാണ്. ജനസംഘം ഏത് രൂപത്തിലാണ് അടിയന്തരാവസ്ഥ എതിർത്തതും എന്നതും നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഈ പ്രതിപക്ഷം അനുവദിക്കുമോ എന്നുള്ള ചോദ്യം. ഏതായാലും നാളെ പാർലമെന്റിൽ ഇനി അങ്ങോട്ട് പോരിന്റെ ദിവസങ്ങളാണ്. ഇനിയാണ് യഥാർത്ഥ വിഷയങ്ങൾ, രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.